പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ചങ്കള ഇതാണ് ഐറ്റം. ഇതെന്താ മനസ്സിലായി നിങ്ങൾക്ക്? ഇത് സംഭവം തൊട്ട് മനസ്സിലായി നിങ്ങൾക്ക്? സംഭവം മനസ്സിലായിണ്ടാവും അല്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഐറ്റം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മൈക്കാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതിന് മുന്നേ ഇപ്പോഴൊന്നുമല്ല കേട്ടോ, ഞാൻ വീഡിയോസൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ മൈക്ക് ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനേക്കാളും കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കയറിയിട്ടുള്ള കാരണം കൊണ്ട് അവരെൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ അറിയില്ല. എന്നാലും ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാണ് ഈ മൈക്ക്. ഈ മൈക്ക് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് റൂം കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി വെക്കുമ്പോൾ എനിക്ക് സംഭവം എനിക്ക് കിട്ടി. കുറേ നാളായിട്ട് ഞാനത് ഉപയോഗിക്കാണ്ടിരിക്കുകയായിരുന്നു. ഇത് ഉപയോഗിക്കാണ്ടിരിക്കുന്നതിൻ്റെ കാരണം അത് ഉപേക്ഷിച്ചതല്ല കേട്ടോ, വേറെ ഒന്നല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വരുന്ന മൈക്കുകൾക്ക് ഇതുപോലത്തെ ഓക്സിൻ്റെ ഫോണുകൾക്ക് ഇതുപോലത്തെ ഓക്സിൻ്റെ ഓപ്ഷൻ ഇല്ല. ഈ ഓക്സിൻ്റെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഈ സംഭവം ഉപേക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് എന്താ പറയുക, ഇത് ഉപയോഗിക്കാൻ പറ്റത്തിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും എന്താ പറയുക, ഇത്രയും ക്ലാരിറ്റി ഞാൻ ഇത്രയ്ക്കും ബാക്കിൽ ദൈവം ഇപ്പോൾ വീണനെ ഞാൻ ഇത്രയും ബാക്കിലേക്ക് നിന്നിട്ടും ഇതിലത്തെ വോയിസ് ഭയങ്കര ക്ലാരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിന് കാരണക്കാരൻ ബോയ് തന്നെ കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മൈക്ക് വാങ്ങിക്കുന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് എടുക്കാൻ പറ്റാവുന്ന താങ്ങാൻ പറ്റാവുന്ന ഒരു സാധനമാണ് ഈ ബോയയുടെ മൈക്ക്. അന്ന് എനിക്ക് ഈ സാധനം നമ്മുടെ ഫ്രണ്ട്, ഞാൻ ആളുടെ പേര് പറയാം, പ്രതീഷ് ഏട്ടൻ, ആൾ ഗൾഫിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് നമ്മുടെ വീഡിയോസൊക്കെ അന്ന് കണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ നമ്മൾ വിളിക്കാറുണ്ട്, നല്ല കോൺടാക്ട് ഉണ്ട്. എനിക്ക് അന്ന് ഈ സാധനം ഗിഫ്റ്റ് ചെയ്ത സാധനം കേട്ടോ. അന്ന് ഇതിന് അത്യാവശ്യം വില വരുന്നുണ്ട്. ഞാൻ കറക്റ്റ് റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇന്ന് നിങ്ങൾ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ ചെക്ക് ചെയ്ത് വെച്ചെങ്കിൽ കാണാം ഈ സാധനം. പക്ഷേ ഇന്നിപ്പോൾ ആരും ഇത് യൂസ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ബട്ടൺ മൈക്കുകളൊക്കെ വന്ന കാരണം കൊണ്ട്, പിന്നെ ബ്ലൂടൂത്ത് വേറെ മൈക്കൊക്കെ വന്ന കാരണം കൊണ്ട് ഇതാരും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ സാധനത്തിൻ്റെ വോയിസിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നല്ല ക്ലാരിറ്റി ഉണ്ട്. കാരണം പുറത്ത് ഇപ്പോൾ അത്യാവശ്യം നോയ്സ് ഉണ്ട്, അതൊക്കെ ഇതിൽ പെടുന്നതല്ല. കാക്ക കരയുണ്ട്, അതുപോലെ തന്നെ ചിവിയുടെ മുകളിലുള്ള ശബ്ദങ്ങളുണ്ട്. ഞാൻ എൻ്റെ പല വീഡിയോസ് എടുക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു മ്യൂസിക്കും കൂടി കയറ്റുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആവും. അപ്പോൾ ഈ മൈക്കിൽ ഞാൻ വെറുതെ ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു കേബിൾ വാങ്ങിക്കേണ്ടി വന്നു, ഒരു 100 രൂപയുടെ കേബിൾ, ഓക്സും ഒന്ന് സി പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കേബിൾ. ആ കേബിൾ വാങ്ങിച്ചിട്ട് ഇത് കണക്ട് ചെയ്തപ്പോൾ സംഭവം വർക്കിംഗ് ആടും, അടിപൊളി. അപ്പോൾ ആ സന്തോഷം എനിക്ക് നിങ്ങളും കൂടെ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. നല്ല മൈക്ക്. നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വോയിസ് വ്യത്യാസമല്ല എൻ്റെ മുന്നത്തെ വീഡിയോസിനൊക്കെ. അപ്പോൾ ഞാൻ ചെറു മൈക്ക് വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മൈക്കിനൊന്നും എന്താ പറയുക വിചാരിച്ച അത്ര ഒരു പെർഫോമൻസ് ഇല്ല. പക്ഷേ ബോയയുടെ മൈക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടണ്ടാട്ടോ, രക്ഷയില്ല. ഞാൻ ബോയനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, എൻ്റെ ഒരു അനുഭവം. നിങ്ങളെ ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ സൗണ്ട് ക്ലാരിറ്റിക്ക് എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ എന്തായാലും മുന്നോട്ട് വയ്ക്കുന്ന സാധനം ഇത് തന്നെയായിരിക്കും, ഈ സംഭവം തന്നെയായിരിക്കും. ഇതിൽ നമുക്കിങ്ങനെ ട്രാൻസ്മിറ്ററാണ് ഈ സംഭവം. ഇതിൻ്റെ റിസീവർ ഞാൻ എൻ്റെ മൊബൈലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, 2 ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. നോർമലി നമ്മൾ ഇതിലൊക്കെ ഇടുന്ന ബാറ്ററി, ഇത് റിമോട്ടിലൊക്കെ ഇടുന്ന ചെറിയ 2 ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വോയിസ് എങ്ങനെ ഉണ്ടെന്നുള്ളതും വീഡിയോൻ്റെ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളതും നിങ്ങൾ എന്താ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, ഞാനത് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആകുമ്പോൾ വീഡിയോസിലും അതുപോലെ തന്നെ ഓഡിയോസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ പ്രതികരണങ്ങൾ കിട്ടുമ്പോഴാണ് നമുക്ക് ഒരു എന്താ പറയുക പ്രചോദനം ഉണ്ടാവുക. ചേതലാത്ത ഉപകാരമല്ലേ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യില്ലേ ഈ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.